ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോക്കാന്ന്. ഇന്ന് ഞങ്ങളെ 4th വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കില്ല. അമ്പലം എത്താനായി, കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ അമ്പലത്തെല്ലാം പോയിട്ട് വന്ന് അമ്പാടി ഉണ്ട് കേട്ടോ. അമ്പാടിനെ അംഗൻവാടിയിലോട്ട് വിടുന്നില്ല എന്ന് വിചാരിച്ചാൽ, പക്ഷെ അമ്പലത്തിൽ പോയിട്ട് നേരത്തെ വന്നുകൊണ്ട് അങ്ങ് വിട്ടേക്കാന്ന് വിചാരിച്ചു. വിടുന്നാലും കുർത്തക്കിടാന്ന്, അപ്പോൾ അവിടെ പോയി കളിച്ചോളല്ലോ വിചാരിച്ച് അവനെ വിട്ട്. പിന്നെ ഇത് ഞാൻ ബിരിയാണി ആക്കാൻ വേണ്ടിയിട്ട് ഉള്ളി മുറുക്കിനെയാണ് ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു. ഇത് ഉള്ളി മുറിച്ച് കഴിഞ്ഞേരം കണ്ണിന്ന് തികച്ച് വെള്ളം വന്ന് എൻ്റെ ഹെയർ ഫുള്ള് സ്പ്രെഡായി. ഇത് ബിരിയാണിക്കുള്ള മസാലേൻ്റെ ഉള്ളി, തക്കാളി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, പുതിന, മല്ലിച്ചപ്പ്, പിന്നെ ചള്ളാസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കക്കരിക്ക. ഇത് ഞാൻ ഗീ റൈസ് ആക്കാൻ ചെയ്യലാണ്. ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ, ഒരു കൈ കൊണ്ട് ഫുഡ് ഉണ്ടാകില്ല. അതാണ് ഈ വീഡിയോ ക്ലിയർ ആയിട്ടൊന്നും ഇല്ലാത്ത. പിന്നെ കുറച്ച് നെയ്യിട്ട് അതിലേക്ക് സ്പൈസസ്, ഇത് ഇപ്പം ഗ്രാമ്പൂ പട്ടയെല്ലാം ഉണ്ടാവില്ല, അതെല്ലാം ഇട്ട് ഒന്ന് ഫ്രൈ ആക്കി, പിന്നെ കുറച്ച് ഉള്ളിയെല്ലാം ഇട്ടിട്ട് ഒന്ന് ചെറുങ്ങനെ ഫ്രൈ ആക്കിയിട്ട് വെള്ളം ഒഴിച്ച്, 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, അങ്ങനെയല്ല കണക്ക്. അങ്ങനെ വെള്ളമെല്ലാം ഒഴിച്ച് ഉപ്പും നാരങ്ങ പിഴിഞ്ഞ് അതങ്ങനെ വെച്ചു. ഇനി തിളച്ച് അരിയിട്ടാൽ ഞങ്ങളെ റൈസ് റെഡിയായി. ഇത് ഞാൻ റൈസിൻ്റെ മുകളിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ഫ്രൈ ആക്കി എടുക്കല്ല. ഇത് ചിക്കന് പൊരിക്കാൻ വേണ്ടി വെച്ച എണ്ണ, അപ്പോൾ അതിൽ ഇത് വേഗം ഒന്ന് ഫ്രൈ ആക്കി എടുത്ത് ഇനി ഞങ്ങൾക്ക് ചിക്കൻ പൊരിക്കട്ടെ. ചിക്കൻ ഞാൻ മേടിച്ച് കൊണ്ടുവന്ന പാടെല്ലാം മിക്സാക്കി വെച്ച് കഴിഞ്ഞു. ഇതിൽ ഞാൻ വരുമ്പോൾ, എൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു ചിക്കൻ ഫ്രൈ ആക്കുമ്പോൾ അതിലേക്ക് ഇടുന്ന ഒരു മസാല മിക്സ് ഉണ്ട്, അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും ഇട്ടിട്ടില്ല. അത് ഒരു മിക്സാക്കി 1 മണിക്കൂർ നേരം വെച്ചിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ആക്കി. അപ്പോഴത്തേക്ക് ഞങ്ങൾ ചോറ് ഇത് റെഡിയായി, നെച്ചോറെല്ലാം വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി അതെടുത്ത് മാറ്റി വെക്കുക. അതിൻ്റെ മുകളിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി, പിന്നെ കുറച്ച് ഉള്ളി വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, അതും ഇട്ട് ഒന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കുക. പിന്നെ കളറിന് വേണ്ടി കുറച്ചൊരു യെല്ലോ കളർ ഒന്ന് വെള്ളത്തിൽ മിക്സാക്കിയിട്ട് അത് ഒഴിച്ച് കൊടുത്ത് മിക്സാക്കി വെച്ചാൽ ഞങ്ങളെ ബിരിയാണീൻ്റെ റൈസ് റെഡിയായി. ഈ മസാല ആക്കുമ്പോൾ ചിക്കൻ അടന്ന് പറ്റുന്നതുകൊണ്ട് ഈ മസാലേൻ്റെ കാണിക്കുക. മസാലയ്ക്ക് ഒന്നുമില്ല, കുറച്ചധികം ഉള്ളിയും തക്കാളിയും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാൻ മറന്നുപോയി. അങ്ങനെ അത് നല്ലോണം ഫ്രൈ ആക്കിയിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി ഇട്ട് നല്ലോണം അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റുന്നവരെ നല്ലോണം ഫ്രൈ ആക്കിയിട്ട് പിന്നെ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ടാൽ ഞങ്ങൾ ബിരിയാണീൻ്റെ മസാലയും റെഡിയാവും. അതിന് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും പൂനച്ചപ്പും ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞങ്ങൾ ഞാനും ബിരിയാണി ഇങ്ങനെ ആക്കൽ. പക്ഷേ ഇത് കേരള വന്നിട്ട് ഇങ്ങനത്തെ ബിരിയാണിയാണ്. പക്ഷേ എൻ്റെ നാട്ടിൽ പേട്ടക്ക് പോയാൽ ഇങ്ങനത്തെ ബിരിയാണി ഒന്നല്ല, വേറെയാണ്. ഇവിടെ വന്നിട്ട് പിന്നെ ഞാൻ ഇങ്ങനത്തെ ബിരിയാണിയാണ് ഉണ്ടാക്കൽ. അങ്ങനെ എൻ്റെ ബിരിയാണി സെറ്റായി.
പിന്നെ ബിരിയാണിയൊക്കെ തിന്ന ഒരു വൈകുന്നേരം ആകുമ്പോൾ അമ്പാടിയും വന്ന് പിന്നെ സന്ധ്യയ്ക്ക് ഒരു 6 മണിയാകുമ്പോൾ അമ്പലത്തിൽ പോയി സംക്രമമല്ല അപ്പോൾ അമ്പലത്തിൽ പോകാൻ വിചാരിച്ചു. അമ്പലത്തിൽ പോയി തൊഴുത് പുറത്ത് വന്ന് വരുമ്പോഴത്തേനും കുറച്ച് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് പിള്ളേർ വന്നിട്ട് പറഞ്ഞു ചേച്ചി നിങ്ങളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടല്ലോ ഞങ്ങളെ വീഡിയോ ഇടുന്നു. അങ്ങനെ അവരെല്ലാം വീഡിയോ എടുത്ത് ആരും അമ്മൊരു ഇതെൻ്റെ ഹൃദയ പിന്നെ ഞങ്ങൾ ആമ്പലത്തിൽ നിന്ന് ഇറങ്ങിയത് കുറച്ച് ആമ്പലത്തിൽ നിന്ന് കുറച്ച് ദൂരമുള്ള ഒരു അമ്പലയുടെ മുത്തപ്പനുണ്ട്. അപ്പോൾ മുത്തപ്പനാണ് വിചാരിച്ച് ഇങ്ങനെ വന്ന് വലിയ തിരക്കൊന്നുമില്ല. അങ്ങനെ മുത്തപ്പനെ വേഗം കണ്ട് നേർച്ചനം കൊടുത്ത്. മുത്തപ്പനാണെങ്കിൽ അമ്പാടിനെ മടിയിൽ വെച്ച് അമ്പാടിയോട് കുറേ എന്തെല്ലോ പറഞ്ഞു, പഠിക്കാൻ പോകണമെന്നെല്ലാം പറഞ്ഞു. മുത്തപ്പനെ നേർച്ച കൊടുത്തിട്ട് അവൾ ഇരുട്ടി പോകാറിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇത് അമ്പാടി എൻ്റെ മടിയിൽ കയറി കിടക്കല. അമ്പാടി ഉറങ്ങാത്തതുകൊണ്ട് അമ്പാടിക്ക് ഉറക്കം വരുന്നുണ്ട് പോലും. വെറുതെ തട്ടിപ്പാന്നിട്ടാ, ഉറങ്ങുന്നൊന്നുമില്ല, അവിടെ കണ്ണും തുറന്ന് നോക്കുന്നുണ്ട്. ഇരുട്ടിയാ നമ്പാടി, ഇരുട്ടിയാണോ? ആ ഞങ്ങൾ ഫാലൂദ കഴിക്കാൻ വന്നത് ഇരുട്ടിക്ക്. ഹായ് അമ്പാടി, ഹായ് പറഞ്ഞ എന്താ അമ്പാടി തിന്നു? ആ തിന്ന് തിന്ന്. എന്നാണ് ചോക്ലേറ്റാ? സൂപ്പറാ? ആ ഐസ്ക്രീം. ഓമ്പാടി എന്തെന്നാണിത്? ജാഥയാ? മടിക്കാൻ. ഹലോ ഗായ്സ്, ഇപ്പോൾ രാത്രി അവിടെ പോകുന്നില്ല, വീട്ടിൽ പോകാം. അങ്ങനെ വൈകുന്നേരം ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയത്, ഒന്ന് അമ്പലത്തിൽ പോയി, പിന്നെ ഒന്ന് ടൗണിലൊക്കെ പോയി. ഇപ്പോൾ നേരെ വീട്ടിൽ പോകാം. ഓപ്പറേഷനിലാണ് പോകുന്നത്. ഇതെല്ലാം പാറി വീടൊക്കെ വരുന്നതായിരിക്കും. പക്ഷെ ബൈ.